കേരളത്തിന്റെ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ ഇടുക്കി ഷഫീഖ് വധശ്രമ കേസിൽ പിതാവ് ഷെരീഫും രണ്ടാനമ്മ അനീഷയും കുറ്റക്കാർ. ഷെരീഫിന് 7 വർഷവും അനീഷയ്ക്ക് 10 വർഷവും തടവ്. തൊടുപുഴ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചു. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള ശിക്ഷാ പ്രതികൾ വേറെ അനുഭവിക്കണം. ഇത് തൃപ്തികരമാണ്. പ്രതി മാക്സിമം കൊടുക്കാവുന്ന ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ്. പക്ഷേ ഈ പ്രതികളുടെ ജീവിത സാഹചര്യങ്ങളും ഈ ഇതിലെ ഒരു സ്ത്രീയും ആയതുകൊണ്ടും അവർക്ക് പിന്നീട് അവർ 5 മക്കൾ അവർക്ക് ഉണ്ടെന്നുള്ളതൊക്കെ ഒരു കോടതി പരിഗണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശം ആയതുമൊക്കെ ഒരു ലീനിയൻ വ്യൂ കോടതി എടുത്തിട്ടുണ്ടാവും. അതാണ്. ഇല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻ്റ് മാക്സിമം കൊടുക്കാം. ഏകദേശം ലൈഫ് ഇംപ്രിസൺമെൻ്റ് അടുത്ത് ശിക്ഷ വന്നിട്ടുണ്ട്. 11 വർഷം മുൻപാണ് 5 വയസ്സുകാരൻ ഷഫീഖിനെ അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ശരീരം തളർന്ന ഷഫീഖ് ഇപ്പോഴും പരിചരണത്തിലാണ്. വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഷഫീഖിനെ പരിചരിക്കുന്ന നഴ്സ് രാഗിണി പറഞ്ഞു. ശ്രീകാന്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, ശിക്ഷാവിധി വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിധിയുടെ പൂർണ്ണമായ വിവരങ്ങൾ? ഗോപി, പ്രതികൾക്ക് വിവിധ വകുപ്പുകൾ തിരിച്ചുള്ള ശിക്ഷാവിധി ഇപ്രകാരമാണ്. ഒന്നാം പ്രതി ഷെരീഫിന് 326 വകുപ്പ് പ്രകാരം 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഈ പിഴ കൊടുക്കാത്ത പക്ഷം 1 വർഷത്തെ തടവ് കൂടി ഇയാൾ ശിക്ഷയായി അനുഭവിക്കേണ്ടി വരും. 323 വകുപ്പ് പ്രകാരം 1 വർഷം കഠിന തടവും ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 1 വർഷം കഠിന തടവും അനുഭവിക്കണം. അങ്ങനെ ഒന്നാം പ്രതിക്ക് ആകെ 9 വർഷമാണ് തടവ് വിധിച്ചത്. അത് ഇതിൽ ഈ IPC പ്രകാരമുള്ള ശിക്ഷ, അതായത് ഇതിലെ ഏറ്റവും വലിയ ശിക്ഷയായ 7 വർഷത്തെ തടവ് ആണ് ഇയാൾ ഇതിൽ അനുഭവിക്കേണ്ടത്. ഇനി രണ്ടാം പ്രതിയുടെ കാര്യമെടുത്താൽ 307 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പിഴ കൊടുക്കാത്ത പക്ഷം 2 വർഷം കഠിന തടവും കൂടി അനുഭവിക്കണം. 324 വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവും 323 വകുപ്പ് പ്രകാരം 1 വർഷം കഠിന തടവും ജുവൈനൽ പ്രകാരം 1 വർഷം കഠിന തടവുമുണ്ട്. ആകെ 15 വർഷത്തെ കഠിന തടവാണുള്ളത്. ഇതിൽ ഏറ്റവും കൂടിയ ശിക്ഷയായ 10 വർഷം ആണ് ഈ പ്രതി അനുഭവിക്കേണ്ടത്. ഇത് അല്പസമയത്തിനകം വിധിയുടെ പകർപ്പ് പൂർണ്ണമായി പുറത്തു വരും. ആ ഘട്ടത്തിൽ ഈ വെവ്വേറെ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളത് അതിൽ രേഖപ്പെടുത്തും. ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഏറ്റവും കൂടിയ ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ജീവപര്യന്തത്തിന്റെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, സാഹചര്യം, കുട്ടികളുള്ളത് ഇതെല്ലാം കണക്കിലെടുത്താണ് 2 പേർക്കും 7ഉം 10ഉം കൊല്ലം വീതം ശിക്ഷ ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. ശരി ശ്രീകാന്ത്, 11 വർഷം മുൻപാണ് 5 വയസ്സുകാരനായ ഷഫീഖിനെ അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ശരീരം തളർന്ന ഷഫീഖ് പരിചരണത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ഷഫീഖിനെ പരിചരിക്കുന്ന നഴ്സ് രാഗിണി പറഞ്ഞത് ഈ വിധിയിൽ സന്തോഷമുണ്ട് എന്നാണ്. ശ്രീകാന്ത് ആയിരുന്നു അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.